അസ്സലാമു അലൈക്കും. കുവൈത്ത് കഠിനമായ ചൂടിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ ഈ നല്ല ചൂടുമ്പോൾ ഭയങ്കരമായി വേർക്കുമ്പോൾ ആളുകളൊക്കെ പറയുന്നൊരു കമൻ്റ് ഉണ്ട്. നമ്മൾ വേർക്കുന്നതിനേക്കാൾ, അപ്പോൾ ഞാനൊക്കെ കിച്ചണിൽ പണിയെടുക്കുന്ന ആൾ, എത്രമാത്രം ചൂടുണ്ടാവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ നമ്മൾ വേർക്കുന്നതിനേക്കാൾ ചില ആളുകളിൽ നിന്നുള്ള വരുന്ന വാക്കുകൾ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. ഈ ചൂടിനേക്കാൾ വിഷമം ആ വാക്കുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം നമ്മളങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാകാം. ചില ആളുകളിങ്ങനെ കുറച്ച് വേർക്കുമ്പോഴേക്കും എന്തൊരു ഭയങ്കര ചൂട്, എന്തൊരു ഹലാക്കിൻ്റെ ചൂട്, ഒടുക്കത്ത ചൂട്, അങ്ങനെയുള്ള മോശമായ കമൻറ്റുകൾ പറയാറുണ്ട്. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കാലം തന്നെയാണ് സത്യം. കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പാണ്. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏകകോശ ജീവിയാമി മുതൽ ബഹുകോശ ജീവിയാമി തിമിംഗലം എല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടിപ്പാണ്. രാപ്പകലിൽ മാറി മാറി വരുന്നതും കാലാവസ്ഥയിലെ വ്യതിയാനം ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനമാണ്. പ്രകൃതി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമുക്കതിൽ നിന്നൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്. ചൂടിൻ്റെ ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടുമ്പോൾ ശരിക്കും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തണുപ്പ് വരുന്നുണ്ട്. അതുപോലെ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ളൊരു ചൂട് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ളൊരു തണുപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ, ഒരു മനുഷ്യനും അവൻ്റെ കൈവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നാം നിർബന്ധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ അത്രയും ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല ഒരിക്കലും. പക്ഷേ ഇന്ന് നമുക്ക് വിശാലമായി ചിന്തിച്ചാൽ നമുക്ക് നല്ലൊരു സുഖമുണ്ട്. കാരണം ഈ തണുത്ത സമയത്ത്, ഈ ചൂടിൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ലൊരു തണുത്ത വെള്ളം കുടിക്കുമ്പോൾ എന്താ സുഖം. അതെന്തുകൊണ്ട് ആസ്വദിക്കുക എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയാം. അതുകൊണ്ട് ഈ ചൂടില്ലേ കൊണ്ടാണ്. അതുപോലെ നമ്മൾ റൂമിലൊക്കെ കയറി ചെല്ലുമ്പോൾ ചെറിയ തണുപ്പാണെങ്കിലും, എ സിയിൽ വലിയ തണുപ്പ് റൂമിലില്ലെങ്കിലും ഭയങ്കരമായ സമാധാനം, സന്തോഷമായിരിക്കും. കാരണം എന്താ, ഈ ചൂടിങ്ങനെ ഇല്ലതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ. അതുപോലെ ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്തുള്ള സുഖമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ആ സുഖം നമുക്ക് ആസ്വദിക്കാമെന്ന്, ഈ ചൂടില്ലേ കൊണ്ടാണ് ഈ സുഖം ആസ്വദിക്കാമെന്ന്. അങ്ങനെയൊക്കെ നമ്മൾ വിശാലമായി ചിന്തിക്കണം. അപ്പോൾ നാട്ടിൽ നല്ല മഴ വരുമ്പോൾ പോലും ആളുകൾ പറയുന്ന കമൻറ്റ് എന്താ, എത്രയോ കാലം ചൂടായി, വെള്ളത്തിന് ബുദ്ധിമുട്ടായി, പ്രയാസമായി, അതൊക്കെ കഴിഞ്ഞ് 4 മഴ വരുമ്പോൾ പറയാൻ തുടങ്ങും, എന്തൊരു മഴയാണ്, ഒടുക്കത്തെ മഴ, എന്തൊരു മഴയാണ്, പറഞ്ഞിട്ട് പൈക്കാൻ തുടങ്ങും. ഖുദ്സി ഹദീസിൽ പ്രവാചകൻ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദമിൻ്റെ പുത്രൻ എന്നെ ചീത്ത പറയുന്നു. എന്താ ഈ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ, കാലത്തെ പഴിക്കുക, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചീത്ത പറയുന്നത്. കാരണം ഇതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പാണ്. അതുപോലെ ഏതൊരു പ്രയാസം നമുക്ക് ഉണ്ടാകും, അതിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ട്. ഒരു ഞെരുക്കത്തിൻ്റെ കൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ് 2 എളുപ്പമുണ്ട്. ഒരു ഞെരുക്കമുണ്ടെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ 2 സുഖമുണ്ട്, 2 എളുപ്പമുണ്ട്. അങ്ങനെ വിശാലമായി നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും നല്ല വാക്കുകൾ, മനോഹരമായി അള്ളാഹിനെ സ്തുതിക്കുന്ന വാക്കുകൾ പറയാനൊക്കെ നമ്മൾ ശ്രമിക്കുകയും അത് പരിശീലിക്കുകയും നമ്മൾ ചെയ്യണം. ഒരു വലിയ പ്രയാസം നമുക്ക് തോന്നില്ല. അങ്ങനെ ചെറിയ പ്രയാസമൊക്കെ വരുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ കൂടുതൽ വിശാലമായി നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ തയ്യാറാകുക. അസ്സലാമു അലൈക്കും.